അസമിലെ സായുധ സംഘമായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം കേന്ദ്ര സർക്കാരും അസം സർക്കാരുമായി സമാധാന കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. വടക്കുകിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ സായുധ സംഘമാണ് ഇതോടെ ആയുധം താഴെവച്ചിരിക്കുന്നത്. എന്നാൽ പരേഷ് ബറുവയുടെ നേതൃത്വത്തിലുള്ള ഉൾഫ സ്വതന്ത്ര വിഭാഗം സമാധാന ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നതായാണ് പുറത്തുവരുന്ന വാർത്തകൾ. അനധികൃത കുടിയേറ്റം, തദ്ദേശീയ ജനങ്ങൾക്ക് ഭൂമിയിൽ അവകാശം, അസമിന്റെ വികസനത്തിന് സാമ്പത്തിക പാക്കേജ് തുടങ്ങിയ ഉൾഫയുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുകയാണ് സമാധാന കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഉൾഫയുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി കേന്ദ്ര സർക്കാർ നിറവേറ്റുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹിയിൽ പറയുകയുണ്ടായി. ഇത് ചരിത്രം കുറിക്കുന്ന സമാധാന ഉടമ്പടിയാണ്. സംഘടന എന്ന നിലയിൽ ഉൾഫയെ പിരിച്ചുവിടുമെന്നും അമിത് ഷാ പറയുന്നുണ്ട്. വടക്കുകിഴക്കൻ മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും കൊണ്ടുവന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമിത് ഷാ പുകഴ്ത്തുകയും ചെയ്തിരുന്നു. അസമിലെയും മറ്റു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും പല പ്രദേശങ്ങളിൽ നിന്നും സായുധ സേനകൾക്കുള്ള പ്രത്യേക അധികാരമായ അഫ്സ്പ നീക്കിയത് മേഖലയിൽ കലാപം ഏതാണ്ട് ഇല്ലാതാക്കിയതിൻ്റെ തെളിവാണെന്നും അമിത് ഷാ പറഞ്ഞു. ഉൾഫയുമായുള്ള സമാധാന ഉടമ്പടി മേഖലയിലെ കലാപങ്ങൾക്ക് വലിയൊരളവിൽ പരിഹാരമാകുമെന്ന് കരാറിൽ ഒപ്പിട്ട അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മയും പറയുകയുണ്ടായി. നീണ്ട നാളത്തെ പോരാട്ട ചരിത്രമാണ് ഉൾഫയ്ക്ക് പറയാനുള്ളത്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശത്തുള്ള അസമിലും സമീപത്തെ ഭൂട്ടാൻ അതിർത്തികളിലുമായി പ്രവർത്തിക്കുന്ന നിരോധിക്കപ്പെട്ട വിഘടനവാദി സംഘടനയായിരുന്നു ഉൾഫ. യുണൈറ്റഡ് ലിബറേറ്റഡ് ഫ്രണ്ട് ഓഫ് അസം എന്നാണ് ഉൾഫയുടെ പൂർണ്ണരൂപം. 1979 ഏപ്രിൽ 7 പരേഷ് ബറുവ എന്നയാൾ രൂപീകരിച്ച ഈ തീവ്രവാദി സംഘടനയുടെ ലക്ഷ്യം അസമിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര രാജ്യമാക്കുക എന്നതായിരുന്നു. എന്നാൽ നിലവിൽ ഇതേ പരേഷ് ബറുവ നയിക്കുന്ന ഉൾഫ സ്വതന്ത്ര വിഭാഗം മാത്രമാണ് ഈ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. തങ്ങൾ വിഘടനവാദികളല്ലെന്നാണ് ഉൾഫകളുടെ ന്യായം. ചരിത്രത്തിൽ ഒരു കാലത്തും അസം ഇന്ത്യയുടെ ഭാഗമായിരുന്നിട്ടേയില്ലെന്നാണ് അവർ വാദിക്കുന്നത്. സ്വതന്ത്ര അസമിനെ ഇന്ത്യ തങ്ങളുടെ കീഴിലാക്കുകയായിരുന്നു അവർ പറയുന്നുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തനം എളുപ്പമല്ലെന്ന് കണ്ട് പല ഗറില്ല വിഭാഗങ്ങളും ദക്ഷിണ ഭൂട്ടാനിലെ കാടുകളിലിരുന്ന് ഒളിപ്പോരാട്ടം നടത്തിയിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു ഉൾഫ. ഉൾഫ തീവ്രവാദം പിടിമുറുക്കിയതിനെ തുടർന്ന് 1990 കേന്ദ്ര സർക്കാർ നിരോധനം പ്രഖ്യാപിച്ചു. തുടർന്ന് നവംബർ 27 അസമിൽ ഏർപ്പെടുത്തിയ സൈന്യത്തിനുള്ള പ്രത്യേക അധികാര നിയമം വലിയ വിവാദവുമായിരുന്നു. ഇതിനിടെ ഉൾഫ അംഗങ്ങൾ കീഴടങ്ങുന്ന സംഭവങ്ങൾ ഒരുപാടും ഉണ്ടായിട്ടുണ്ട്. 8718 ഉൾഫ അംഗങ്ങൾ ഇത്തരത്തിൽ കീഴടങ്ങിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ. പതിറ്റാണ്ടുകൾക്കിടെ സംഘടനയ്ക്കും നേതൃത്വത്തിലും വന്ന മാറ്റങ്ങളുടെ തുടർച്ചയായാണ് സമാധാന ചർച്ചകളും സമാധാന കരാറും ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്.